ആരോഗ്യമേഖലയെ കരിവാരിത്തേക്കാൻ ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത് നമ്മളെല്ലാം കണ്ടല്ലോ. അതിന് ബഹുമാന്യായ മന്ത്രി മറുപടിയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. UDF കാലത്തെ ആശുപത്രികൾ എങ്ങനെയായിരുന്നുവെന്ന് ഓർക്കുന്നുണ്ടാവുമല്ലോ. അന്ന് ആരോഗ്യരംഗം തന്നെ വെന്റിലേറ്ററിലായിരുന്നു. ഡോക്ടർമാർ, മരുന്നുകൾ, അവിടെ ആവശ്യമായ മറ്റ് സജ്ജീകരണങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന പൊതുജനാരോഗ്യ സംവിധാനം. അന്നത്തെ ശോചനീയാവസ്ഥ ആർക്കും പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. കേരളത്തെ ഹെൽത്ത് ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കുകയാണ് LDF സർക്കാർ. കേരളത്തിൻ്റെ അഭിമാനകരമായ മറ്റൊരു രംഗമാണ് ആരോഗ്യരംഗം. ആ ആരോഗ്യരംഗം 2016 ആയപ്പോൾ തകർന്നുപോയിരുന്നു. നമ്മുടെ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, സ്റ്റാഫില്ല, മരുന്നില്ല, അവിടെ വേണ്ട ഒന്നുമില്ല. ഇത്തരമൊരു പരിതാപകരമായ അവസ്ഥ. അവിടെയാണ് LDF അധികാരത്തിൽ വന്ന് ആ രംഗം ശാക്തീകരിക്കുന്നതിനായുള്ള ഇടപെടൽ നടത്തി.